ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽപ്പെടരുത്, പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരകവിഷം അവയിലില്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. നീതി അനശ്വരമാണ്. ഓർമ്മിക്കുക, മനുഷ്യന് സ്വയം അവബോധം നഷ്ടമാകുമ്പോൾ ജീവിതം എന്തെന്ന് തിരിച്ചറിയാതെ പോകുന്നു. അനുഗ്രഹമാകേണ്ട പലതിനെയും മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടല്ലേ മനസ്സും മടുക്കുന്നു എന്ന് നാം പറയുന്നത്. സന്തോഷം തേടി അന്യവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതം എന്താണെന്ന് ആസ്വദിക്കുവാൻ മനുഷ്യൻ മറന്നുപോകുന്നു. ജീവിതത്തിന് തീക്ഷ്ണത വറ്റുമ്പോഴാണ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നത്. യാഥാർത്ഥ്യത്തെ ഒരിക്കലും കൺമുൻപിൽ നിന്ന് മറച്ചുവെക്കാനാവില്ല. കരുണ പറ്റിയ കണ്ണുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, യേശുക്രിസ്തു പിതാവിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ്. നമ്മിലെ കാരുണ്യത്തിന്റെ മുഖം വറ്റിപ്പോകാതിരുന്നാൽ അത് ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം ആഴത്തിൽ പതിയുവാൻ നമ്മെ സഹായിക്കും. മനുഷ്യൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോഴേക്കും ജീവിതത്തിന്റെ തീക്ഷ്ണത വറ്റിയിട്ടുണ്ടാകും. നല്ല ചിന്തയുണ്ടെങ്കിലേ പ്രവർത്തനങ്ങൾക്ക് കരുത്തുണ്ടാകൂ. കാരുണ്യത്തിന്റെ ചിറകുകൾ കൈകളിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ജീവിതം ഇനിയും എത്രയോ ആസ്വദിക്കാനുള്ളതാണെന്ന്. സ്വയം മറന്ന് ജീവിതത്തെ വെല്ലുവിളിക്കുന്നവന് ജീവിതത്തെ ആസ്വദിക്കാനാകില്ല. വിവേകാനന്ദൻ പറയുന്നു, സ്വയം അധപതിച്ചവനല്ലാതെ മറ്റാർക്കും അന്യനെ വെറുക്കാനാവില്ല. നമുക്ക് മറ്റുള്ളവരെ കൂടി സ്വന്തമാക്കുന്ന ജീവിത ശൈലികൾ വളർത്തിയെടുക്കുവാനും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എല്ലാവരിലും ഉണ്ടാകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മുകളിൽ കാറ്റിനാരവം പോൽ അഗ്നിജ്വാലകളായി സ്നേഹാഗ്നിജ്വാലകളായി പറന്നിറങ്ങും ആത്മാവേ, പാവനാത്മാവേ, പറന്നിറങ്ങും ആത്മാവേ, പാവനാത്മാവേ. ശില പോലുറച്ച ഹൃദയം തരളിതമായി തീരാൻ, തകർന്നു തളർന്ന മനസ്സിൽ നിറവിൻ നീരുറവേകാൻ സഹായക പരിശുദ്ധാത്മാവേ എന്നിൽ
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പാപം നിറഞ്ഞ മനസ്സിൽ പാപബോധമുണർത്താൻ സാത്താൻ വിതച്ച മരണം തകർത്തു ജീവൻ നേടാൻ ജീവാത്മാവാം റൂഹായേ നീ പറന്നിറങ്ങണമേ. ജീവാത്മാവാം റൂഹായേ നീ പറന്നിറങ്ങണമേ. സെഹിയോൻ മാളിക മുകളിൽ